ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി. വേദസംരക്ഷണത്തിന് കടവല്ലൂർക്കാർ കച്ചകെട്ടിയപ്പോൾ 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ. നമ്പൂതിരിമാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വേദപഠനം ജാതിചിന്തകൾക്കതീതമായി ആഗ്രഹിക്കുന്ന ആർക്കും പഠിക്കാനുള്ള സൗകര്യമാണ് കടവല്ലൂരിൽ ഒരുങ്ങുന്നത്. അന്യോന്യ പരിഷത്തിന്റെ വ്യക്തമായ ശ്രമഫലമായാണ് ഈ ഒരു ആശയം നടപ്പിലാക്കുന്നത്. വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിനോട് ചേർന്ന 45 സെന്റ് ഭൂമി വാങ്ങുക എന്ന ലക്ഷ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യ പരിഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, തൃശൂർ ബ്രഹ്മസ്വം മഠം. തിരുനാവായിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വേദപഠനം അന്യം നിന്നു പോകാതിരിക്കാൻ പുതിയ പഠന കേന്ദ്രങ്ങൾ ആവശ്യമാണെന്ന് പരക്കെ ആവശ്യമുയർന്നിരുന്നു. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യ പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. സർവ്വജനങ്ങളിലേക്കും വേദപഠനം എത്തിക്കുന്നതിനോടൊപ്പം വേദം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത മുൻനിർത്തിയാണ് വേദപഠന കേന്ദ്രം ആരംഭിക്കുന്നതെന്നും പുതിയ തലമുറയിലേക്ക് വേദത്തിന്റെ ശബ്ദമെത്തിക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾക്കൊപ്പം സർക്കാരിന്റെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാഷ് പറഞ്ഞു.